സൂറത്തുൽ ബഖറയിൽ തന്നെ ഇതിനു മുമ്പ് പലതവണ സലയും സക്കാത്തും വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പല ആയത്തുകളിൽ. ഇത് നമ്മുടേത് ഇപ്പോൾ 177-ാം വചനാണ്. 177-ാം വചനം. ഇതിനു മുമ്പ് നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ 43-ാം വചനം വ അഖീമുസ്സലാത്ത വ ആത്തുസ്സക്ക. ഇവിടെ നോക്കി നിങ്ങൾ, അഖീമു എന്ന് പ്രയോഗിച്ചു, അതേപോലെ തന്നെ വ ആത്തുസ്സക്കാത്ത എന്ന് പ്രയോഗിച്ചു. നിസ്കാരം യഥാവിധം നിർവഹിക്കുക, സക്കാത്ത് നൽകുക എന്നുള്ള വിഷയത്തിൽ നിസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വ അഖീമു, സക്കാത്തിൻ്റെ വിഷയത്തിൽ വ ആത്തു. മറ്റൊരായത്തിൽ നമ്മൾ 43-ാം വചനം, ഇനി 83-ാം വചനം, അവിടെ ഇതേപോലെ തന്നെ വ അഖീമുസ്സലാ വ ആത്തുസ്സക്ക. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വ അഖീമു, സക്കാത്തിൻ്റെ വിഷയത്തിൽ വ ആത്തു. ഇതേപോലെ 110-ാം വചനം, അവിടെയും സെയിം ഒരേപോലെ വ അഖീമുസ്സലാ വ ആത്തുസ്സക്ക. നിസ്കാരത്തെക്കുറിച്ച് വ അഖീമു, പിന്നെ തുടർന്ന് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു വ ആത്തുസ്സക്ക. ഇത് 110-ാം വചനം. ഇതിനെ തുടർന്നാണ് ഇനി ഇതേ പ്രയോഗം വന്ന നമ്മളുടെ 177-ാം വചനം. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു പോയതാണ് ഈ 3 വചനങ്ങൾ. 177-ാം വചനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി സൂറത്തുൽ ബഖറയിൽ തന്നെ നമുക്ക് ഇതേപോലൊരായത്ത് വരും. സൂറത്തുൽ ബഖറയിൽ തന്നെ വരും. ആ വചനം 277-ാം വചനമാണ്. ഇപ്പോൾ നമ്മളുള്ളത് 177, ഇത് 277. ആ വചനത്തിൽ അതേപോലെ ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് വ അഖാമുസ്സലാത്ത വ ആത്തുസ്സക്ക. നോക്കൂ നിങ്ങൾ, വ അഖാമു അസ്സലാ വ ആത്തുസ്സക്ക. നിസ്കാരം അതിൻ്റെ വിഷയത്തിൽ വ അഖാമു, സക്കാത്തിൻ്റെ വിഷയത്തിൽ വ ആത്തു. പിന്നെ സലയെക്കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ആയത്തുകളെ എടുത്തിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് നമ്മൾ പഠിച്ചു പോയ വചനങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു വിഷയം പറയുന്നത്? നിസ്കാരവും സക്കാത്തും വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നിസ്കാരത്തിൻ്റെ പ്രാധാന്യം അതേപോലെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് സക്കാത്ത് എന്നതിനെ ബോധ്യപ്പെടാനും വേണ്ടിയാണ്. ചിലതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മൾ എഴുതി പഠിക്കുകയാണല്ലോ, അപ്പോൾ അതൊന്നുകൂടി ഉണർത്തുകയാണ്. സൂറത്തുൽ ബഖറയിൽ തന്നെ 5 ആയത്തുകളിൽ 43, 83, 110, 177, പിന്നെ 277, 5 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്തിൻ്റെ ഖരീനത്താണ് സക്കാത്ത്. സലാത്തിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ പറഞ്ഞു. ഈ ചേർത്ത് പറച്ചിൽ അറിയിക്കുന്നത് എന്താണ്? ഇത് ഇവിടെ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ 26 സ്ഥലങ്ങളിൽ ഒരേ വചനത്തിൽ ഒരേ സൂക്തം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സലാത്തിനെയും സക്കാത്തിനെയും പറഞ്ഞിട്ടുണ്ട്. 26 ആയത്തുകളിൽ ഒരൊറ്റ വചനത്തിൽ ഈ ചേർത്ത് പറച്ചിലുണ്ടായിട്ടുണ്ട്. ഒരിടത്ത് തൊട്ടടുത്ത ആയത്തുകളിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവിടെ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവിടെ സലാത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരായത്ത് കഴിഞ്ഞിട്ട് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. ഇവിടെ ഒരേ സ്ഥലത്ത് പക്ഷേ 2 ആയത്തുകളിൽ 26 സ്ഥലങ്ങളിൽ ഒരേ ആയത്തിൽ സലാത്തിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സക്കാത്ത് എന്ന് പ്രയോഗം 30 തവണയാണ് വന്നത്. ആ 30 തവണയിൽ 27 തവണയും സക്കാത്ത് പറയപ്പെട്ടത് സലാത്തിനോടൊപ്പമാണ്. 27 തവണയും നമ്മൾ കേട്ട പോലെ 3 സ്ഥലങ്ങളിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് മാത്രം പറഞ്ഞു. സൂറത്ത് അറാഫിൽ വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അതേപോലെ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വവൈലുൽ ലിൽ മുശ്രിക്കീന അല്ലദീന ലാ യുഅ്തൂന അസ്സകാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ എന്ന് പറഞ്ഞു.
ഈ 3 സ്ഥലങ്ങളിൽ സക്കാത്ത്, അവിടെ സലാത്ത് പരാമർശമായിട്ടില്ല, സക്കാത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം സക്കാത്ത് പറഞ്ഞെടുത്ത് 30 സ്ഥലങ്ങളിൽ 27 സ്ഥലത്തും സക്കാത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സലാത്തിനോട് ഖരീനത്തായിട്ടാണ്, ചേർന്നാണ്. എന്തിനാണ് ഞാൻ ഈ ഒരു കണക്ക് ഇങ്ങനെ ഇവിടെ ഉണർത്തിയത്? ആളുകൾ സലാത്തിന് അതിൻ്റെ പ്രാധാന്യം കാണും. സലാത്ത്, നിസ്കാരം, അതില്ലാത്തവർ നിസ്കാരമില്ല, അതൊക്കെ ശരി തന്നെയാണ്. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം സലാത്ത്, നിസ്കാരമാണ്. നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഉയർത്തി തന്നിലേക്ക് അടുപ്പിച്ച് അവിടെ വെച്ച് ശറഅാക്കിയ പുണ്യ ഇബാദത്താണ് സലാത്ത്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന അമലാണ് സലാത്ത്. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു വിഹിതവുമില്ല. ഇതൊക്കെ ദീനിൻ്റെ അധ്യാപനങ്ങളാണ്. നിസ്കാരമാണ് ഏറ്റവും മുഖ്യം, പ്രധാനം. നമ്മളും അവിശ്വാസികളും തിരിച്ചറിയാനുള്ള അടയാളം അൽ അഹദുല്ലദീ ബൈനന വ ബൈനഹും അസ്സല ഫമൻ തറകഹ ഫഖദ് കഫർ. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കുഫറിലായി എന്ന് പറഞ്ഞു. ആ മുസ്ലിമിനെയും വേർതിരിച്ചറിയാൻ അടയാളം അയാളുടെ നിസ്കാരമാണ് എന്ന് പറഞ്ഞു. നിസ്കാരത്തിൻ്റെ മഹത്വമാണ്, പ്രാധാന്യമാണ്, സ്ഥാനമാണത് അറിയിക്കുന്നത്. ഈ നിസ്കാരത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 27 ഇടങ്ങളിൽ ആരെ ചേർത്തത്? സക്കാത്തിനെ ചേർത്ത് പറഞ്ഞത്. അതറിയിക്കുന്നത് ഈ സക്കാത്തിൻ്റെ പ്രാധാന്യമാണ്, അതിൻ്റെ ഗൗരവമാണ്, അതിനുള്ള മഹത്വവും പ്രാധാന്യവുമാണ്. ഇത് വായിക്കാനാണ് ഞാൻ ഈ ഒരു വചനത്തെ ഇങ്ങനെ ഇവിടെ എഴുതിയത്.